ഇപ്പോഴത്തെ പെൺകുട്ടികളും നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. അവരിപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണത്? ഓക്കെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിനുത്തരം നിങ്ങൾ തന്നെയൊക്കെയും പറയേണ്ടത്. അല്ലേ? കാരണം ഒരു നല്ലൊരു ജോബിലേക്ക് പ്രവേശിച്ചു, നല്ല സാലറി ഉണ്ട്, നല്ലൊരു ഹൈടെക് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ വേറൊരാൾ പുറമേ നിന്ന് ഞാനിങ്ങനെ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പോവുകയാണ്, ഇന്ന കമ്പനിയിലേക്കാണ് ഞാൻ അപേക്ഷിക്കുന്നത്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ജോബിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു സംതൃപ്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് പറയും? തീർച്ചയായിട്ടും കേട്ടോ, നിങ്ങൾക്ക് ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരിടത്തും പോകണ്ടത്, ഇവിടെ അപേക്ഷിച്ചോ, നല്ല സ്ഥലമാണെന്ന് പറയും അല്ലേ? ഇതുപോലെ വിവാഹിതരായി കുടുംബജീവിതത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ നോക്കിയിട്ടാണ് ഇന്നത്തെ കുട്ടികൾ പറയുന്നത്, അയ്യോ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന്, അല്ലേ? അപ്പൊ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ, അതായത് ഞാൻ ഇടപെടുന്ന ഒരു സൈക്കോളജി കോർണറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് പറയുമ്പോൾ, ഇന്നത്തെ മക്കൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വൽ മൂല്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിപരമായ വളർച്ച ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവർ കുഞ്ഞുനാളിൽ അവരെ ജനിച്ച് വളർന്നപ്പോൾ മാതാപിതാക്കളെ അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് കൊടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ് ഇന്നത്തെ മക്കൾ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാതാകുമോ എന്നതാണ് അവരുടെ ആദ്യത്തെ പേടിയെന്ന് എനിക്ക് തോന്നുന്നു. വിവാഹത്തിൽ അവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ളൊരു സംവിധാനമായിട്ട് അത് വരണം. ഓക്കെ. അപ്പം അവിടെ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ നമ്മൾ ഒത്തിരി വിഷമിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള, അതായത് ഇടപാടുകളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപ എടുക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത പൈസ പോലും ഉപയോഗപ്പെടുത്തുമ്പോൾ വേറൊരാളോട് ചോദിക്കേണ്ടി വരുന്നു. അപ്പോൾ ചോദിക്കരുത് പറയരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്ന ചില കാര്യങ്ങൾ. പിന്നെ പെൺകുട്ടികൾ പറയുന്ന വേറൊരു കാര്യമാണ്, വീട്ടുകാർക്കൊരു ബാധ്യതയാകുന്നു. അതായത് വിവാഹത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനമായിട്ട് കുറേ പണവും പൊന്നും ഒക്കെ കൊടുക്കുന്നു, അത് മാതാപിതാക്കൾക്കൊരു ബാധ്യതയാകുന്നു. ആ ബാധ്യത തീരുന്നതിന് മുൻപേ ഡെലിവറിക്കായിട്ട് മക്കളെ കൊണ്ടുവരുന്നു, അത് അടുത്തൊരു ബാധ്യത. അപ്പം തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവൾ വന്നൊരു വേറൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നു, അതോടൊപ്പം തന്നെ കുറേ പേർക്ക് ബാധ്യതയാകുന്നു.